ഹായ് എവരിവൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം ചാനലിൽ കൂടെയുള്ള ഓപ്പൺ ചാനലിൽ കൂടെയുള്ള ഫ്ലോയെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചതായിരുന്നു റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോയും ഗ്രാജുവലി വേരിയഡ് ഫ്ലോയും. പിന്നെ നമ്മൾ പഠിച്ചതാണ് സ്പെസിഫിക് എനർജി എന്താണ്, സ്പെസിഫിക് എനർജി കർവാണ്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് ടേംസ് ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ വെലോസിറ്റി, ക്രിട്ടിക്കൽ ഫ്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഹൈഡ്രോളിക് ജമ്പ് എന്നുള്ളത്. നമുക്ക് ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്നുള്ളത് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് ഒരു ഫിഗർ കൺസിഡർ ചെയ്യണം, എന്നിട്ട് വേണം വരയ്ക്കാൻ. നമുക്ക് ഈ ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ ലെങ്ത് ഓഫ് ചാനലിൽ നമ്മുടെ വാട്ടറിൻ്റെ ഡെപ്ത് പെട്ടെന്നായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ജമ്പ്. നമ്മളിവിടെ നോക്കിക്കേ, ഈ ഫിഗറിൻ്റെ അകത്ത് നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മുടെ ഡാം. നമ്മുടെ ഡാമിൻ്റെ അകത്തോട്ട് നമ്മൾ ഡാം അല്ലെങ്കിൽ ഒരു ചെക്ക് ഡാം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ വാട്ടർ നമുക്ക് എന്തായിരിക്കും താഴ്ത്തും. അത് വന്ന് ഇവിടോട്ട് താഴത്തിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഫോളോ ചെയ്തിട്ട് പിന്നെ എന്തായിരിക്കും അത് പെട്ടെന്ന് അവിടെ നിന്ന് പതിഞ്ഞൊരു ഹൈറ്റ് കൂടിയിട്ടായിരിക്കും പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുവാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് നമ്മളെ വാട്ടർ വന്ന് ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് നമ്മൾ ഹിറ്റ് ചെയ്തേക്കുന്ന ആ പോർഷനിൽ എന്തായിരിക്കും നമ്മുടെ വാട്ടറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ഇനി സെക്കൻഡ് പോർഷനിലെത്തിക്കും. അപ്പോൾ ഈ വാട്ടർ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പൊങ്ങി ഒരു പർട്ടിക്കുലർ ഡെപ്തിലോട്ട് എത്തുവാണ്, ഒരു ഹൈറ്റ് കൂടി. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൂടുതലായിരിക്കും വരുന്നത്. നമുക്ക് ഇതിനെ വേറെ രീതി പറയുവാണെങ്കിൽ പറയാം, നമുക്ക് ഈ അപ്സ്ട്രീം സൈഡിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഇവിടുത്തെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ഫ്ലോ. നമ്മൾ പഠിച്ചായിരുന്നു ക്രിട്ടിക്കൽ ഫ്ലോ ഡെപ്തിനേക്കാളും ചെറിയൊരു ഡെപ്താണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫ്ലോയെ വിളിച്ച പേരെന്തായിരുന്നു? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ എന്നായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇവിടുത്തെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഫ്ലോ ആയിരിക്കും വരുന്നത്. ഈ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ആയിരിക്കും. അതിന് എപ്പോഴും അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതിന് എപ്പോഴും എന്തായിരിക്കും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ എന്തായിരിക്കും ഇത് പെട്ടെന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇതിൻ്റെ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പം ഇവിടുത്തെ ഈ സെക്കൻഡ് പോയിൻ്റ് വരുമ്പോൾ എന്തായിരിക്കും ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ഡെപ്ത് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാട്ടറിന് നമുക്ക് എന്തായിരിക്കും പറയാം ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതൽ വരുമ്പോൾ നമ്മളിവിടെ വിളിച്ചിരുന്ന പേരാണ് സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് നമുക്കത് മാറും. ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 പോയിൻറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ഫ്ലോ ആയിരിക്കും? ഷൂട്ടിംഗ് ഫ്ലോ ആയിരിക്കും. ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ടൈപ്പ് ഓഫ് ഫ്ലോ ആയിരിക്കും. അൺസ്റ്റേബിൾ ടൈപ്പ് ഓഫ് ഫ്ലോയ്ക്ക് എപ്പോഴും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡെപ്ത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ഒരു ചെറിയ ലെങ്ത് ഓഫ് ടൈമിൽ വെച്ചിട്ട് അതിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഫ്ലോ എന്തായിരിക്കും ഷൂട്ടിംഗ് ഫ്ലോയിൽ നിന്ന് എന്തായിരിക്കും മാറും? സ്ട്രീമിംഗ് ഫ്ലോ ആയിട്ട് മാറും, അല്ലെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫ്ലോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ വരുന്ന ഈ ഒരു ചെറിയ വേരിയേഷനിൽ ഡെപ്ത് പെട്ടെന്നായിട്ട് ഇൻക്രീസ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഇതൊന്ന് എഴുതാം നമുക്ക്. ഇതൊന്ന് എഴുതിയെടുത്തേ. കൺസിഡർ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓവർ എ ഡാം ആസ് ഷോൺ ഇൻ ഫിഗർ. The height of the water at the section 1 is small. As we move towards the downstream, the height or depth of water increase rapidly over a short length of the channel. This is because at the section 1 the flow is shooting flow. Shooting flow നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തേക്കണം. As the depth of the water at section 1 is less than the critical depth. Shooting flow is an unstable type of flow and does not continue on the downstream side. Then this shooting will converts itself into a streaming or triangle flow, and hence the depth of water will increase. This sudden increase of depth of water is called a hydraulic jump or a standing wave. ഇവിടം വരെ എഴുതാം. ഇനി അടുത്ത ഹൈഡ്രോളിക് ജമ്പിനെ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയാം. The rise of water level which takes place due to the transformation of
of the unstable shooting flow ബ്രാക്കറ്റിൽ എഴുതിക്കോളാം subcritical flow to the stable streaming flow ബ്രാക്കറ്റോട്ട് എഴുതിക്കോളൂ. സോറി, ഇവിടെ നിന്ന് അൺസ്റ്റേബിൾ ഷൂട്ടിംഗ് ഫ്ലോ ഓർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ് കേട്ടോ. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ടു ദ സ്റ്റേബിൾ സ്ട്രീമിംഗ് ഫ്ലോ ഓർ സബ് ക്രിട്ടിക്കൽ ഫ്ലോ. താഴെ ഒരു പോയിൻ്റ് കൂടെ എഴുതിക്കോളാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ നിന്ന് വരുന്ന വാട്ടർ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഈ വെള്ളമൊക്കെ ചാടുന്ന എന്താണ് ഒരു തടയണയുടെ ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് കാണാം. വെള്ളം എന്തായിരിക്കും താഴോട്ട് വീണിട്ട് അവിടെ നിന്ന് എന്താണ് പതിഞ്ഞ് പൊങ്ങിയായിരിക്കും പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം പതിഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നിരുന്ന കുറേ എനർജി ലോസ് ആയിരിക്കുന്നുണ്ട്. ആ ഈ പതിഞ്ഞ് പോകുന്നതിന് നമ്മൾ പറയുന്നതിന് പേരാണ് എഡി ഫോർമേഷൻ അല്ലെങ്കിൽ ടർബുലൻസ് ഒക്കേഴ്സ് എന്നായിരിക്കും നമ്മളതിനെ പറയുന്നത്. അതും കൂടെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. When hydraulic jump takes place, a loss of energy due to the eddy formation and turbulence occurs. എല്ലാവർക്കും ഹൈഡ്രോളിക് ജമ്പ് എന്താണ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ?